മത്സരാർത്ഥികൾ മത്സരം തുടങ്ങാനായി കാത്തു നിൽക്കും. പക്ഷേ ഒരു റെഫറി ഇല്ലാതെയും ഒരു മത്സരങ്ങളും സ്റ്റാർട്ട് ചെയ്യാറില്ല. ഫൈറ്റേഴ്സ് ഷേക്ക് ഹാൻഡ്. ഫൈറ്റ്. സ്റ്റോപ്പ്. നിങ്ങൾ ആ സൈഡിൽ പോയി പ്രാക്ടീസ് ചെയ്തു. ഇത് തുടങ്ങാനും അവസാനിക്കാനും ഒക്കെ റഫറി ഉണ്ടാവണം എന്നുള്ളതാണല്ലേ? അതെ, തീർച്ചയായും. ഒരു ശീലം ഇത് ഞാൻ 2003 തൊട്ടാണ് എൻ്റെ ഒരു എന്താ പറയുന്നത് ബോക്സിങ്ങിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം 2012 കിക്ക് ബോക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബോക്സിങ്ങിൽ പഞ്ചസ് മാത്രം, അത് കൈകൊണ്ടുള്ള ആക്ഷൻസ് മാത്രമേ ഉള്ളൂ. കിക്ക് ബോക്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ കൈയുടെയും അതുപോലെ തന്നെ കാലിൻ്റെയും കൂടി കിക്സും പഞ്ചും രണ്ടും കൂടി വരുന്നു. കൊള്ളട്ടെ, കിറ്റിയായിട്ട്. ഓക്കെ, ഫൈറ്റ്. സൈന്യത്തിലായിരുന്നു അല്ലേ ഈ തൊഴിൽ തുടങ്ങുന്നത്? അപ്പോൾ അത് ഉപേക്ഷിച്ചിട്ട് പൂർണ്ണമായി സ്പോർട്സിലേക്ക് വരാനുള്ള ധൈര്യം അതൊക്കെയായിരുന്നു? കാരണം വേറൊന്നുമല്ല, സൈന്യത്തിൽ ഞാൻ ആസ് എ ക്ലറിക്കൽ ജോബായിരുന്നു. കൂടുതലും എനിക്ക് സ്പോർട്സുമായിട്ടാണ് ഇൻ ടച്ച്, എനിക്ക് കൂടുതലും ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഓക്കെ ഫുൾ ആൻഡ് ഫുൾ സ്പോർട്സിൽ നിൽക്കാം എന്നുള്ള ഒറ്റ ഇതിൽ ഞാൻ PRS എഴുതി കൊടുത്തിട്ട് ഇപ്പം ഫുൾ കണ്ടിന്യൂസ് സ്പോർട്സിലാണ് ഞാൻ. ലൈഫ് എന്ന് പറയുന്നത് ലൈഫ് മൈൽ പാഷൻ എന്നൊക്കെ പറയുന്ന സ്പോർട്സാണ്. 16-17 പ്രാവശ്യം ഞാൻ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിട്ട് പോയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ ഇൻ്റർനാഷണൽ റഫറി ആയിട്ടാണ് പോയിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ട് അതർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ്, യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പും വേൾഡ് കോമ്പാക്ട് ഗെയിംസും ആസ് എ റഫറി പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. പുതിയ പുതിയ ടെക്നിക്സ് നമുക്ക് ചെറിയ കുട്ടികളിൽ നിന്ന് നേരെ നമുക്ക് പഠിക്കാൻ കിട്ടുന്നു. അത് നമ്മളുടെ കുട്ടികളിലോട്ട് പകർന്നു നൽകാൻ പറ്റുന്നു. നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആതിര എന്ന് പറയുന്ന വ്യക്തി വേൾഡ് ചാമ്പ്യൻഷിപ്പ് കേരളത്തിൽ നിന്ന് പങ്കെടുക്കുന്ന ജൂനിയർ വിഭാഗത്തിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. ക്വാർട്ടർ ഫൈനലിൽ പോയി 5ാം സ്ഥാനം നേടിയതാണ്. അത് വളരെ അഭിമാനമായിട്ടുള്ള ഒരു കാര്യമാണ്. റെക്കോർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് മൂവിങ് പുഷപ്പാണ്. അതായത് പുഷപ്പ് ഹോൾഡിൽ നിന്നോട്ട് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുന്നതിൽ 3 റെക്കോർഡുണ്ട്. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും OMGയും അതുപോലെ തന്നെ URFിൻ്റെയും വേൾഡ് റെക്കോർഡുണ്ട്. 1 മിനിറ്റിൽ 101. ചിലപ്പോൾ ഞങ്ങൾ പുതിയ 2 പേരുണ്ട്. അപ്പം ഒരു ബോക്സർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ട കാര്യം എന്താണ്? ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് എനിക്ക് സ്റ്റാൻസ് ആണ് പഠിക്കേണ്ടത്. ഞാൻ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചത്. നിങ്ങളും അതേപോലെ എങ്ങനെ നിൽക്കും എന്നുള്ളത് അല്ലേ? എങ്ങനെ നിൽക്കുമെന്നുള്ളത് ഇതേപോലെ നമ്മുടെ ഷോൾഡർ വിട്ടിൽ ഈ റേഞ്ചിൽ നിൽക്കുക, എന്നിട്ടാണ് മുന്നോട്ട് ബാക്കിലോട്ട് പോകേണ്ടത്. ശരി, അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഇഷ്ടങ്ങളിലേക്ക് നടന്നു കയറി നിലയുറപ്പിച്ച് നിൽക്കുകയാണ് ഒരു മനുഷ്യൻ. ഇപ്പോൾ ആ മേഖലയിലേക്ക് കുറേ കുട്ടികളെ കൈപിടിച്ച് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. MS സുജിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജി നാഥ് തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, പാഷൻ പ്രൊഫഷൻ ആക്കുക എന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. ചിലപ്പോഴൊക്കെ അതിനൊരു റിസ്ക് എടുക്കേണ്ടിയും വരും. വിവേകിനെ സംബന്ധിച്ചിടത്തോളം സൈനികനായിരുന്നു. ആ ജോലി ഉപേക്ഷിച്ചാണ് ഇപ്പോൾ മുഴുവൻ സമയവും കായിക മേഖലയിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് അല്ലേ? തീർച്ചയായും അത് തന്നെയാണ് ഈ പറയുന്ന പോലെ. ഇപ്പം നമ്മൾ ഫ്രെയിമുമായി ആ മനുഷ്യൻ്റെ അടുത്തേക്ക് പോകാൻ കാരണം, അല്ലെങ്കിൽ ആ മനുഷ്യനെ പറ്റി ആളുകൾ എഴുതാൻ കാരണവും ഇത് തന്നെയാണ്. ആ ഒരു ധൈര്യം ഞാൻ ചോദിച്ചത് അത് തന്നെയാണ്, പറഞ്ഞ് നിർത്തിയതും അത് തന്നെയാണ്. ആ നിലയുറപ്പിച്ച് നിൽക്കുന്ന മനുഷ്യനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതിനു മുമ്പ് ആ മനുഷ്യൻ മാനസികമായും ഇതിനുവേണ്ടി ശാരീരികമായും തയ്യാറെടുത്തതിൻ്റെ കഥകൾ വളരെ വലുതാണ്. നമുക്ക് ചുരുക്കിയേ പറയാൻ കഴിയും. അദ്ദേഹം പിന്നെ സൈനികനല്ലായിരുന്നു, സൈന്യത്തിൽ ക്ലർക്കായി ജോലി ചെയ്യുന്ന ആളാണ്. എങ്കിലും ആലോചിച്ച് നോക്കൂ, സാമാന്യം നല്ല ജോലിയാണ്, സമാധാനമായ ജീവിതം മുന്നോട്ട് പോകുന്നു എന്ന് കരുതുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ഏതെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ എത്തി നോക്കാൻ വരും. എത്തി നോക്കുമ്പോൾ നമ്മളിൽ പലരും പറയുന്നത് എൻ്റെ ആഗ്രഹമായിരുന്നു അത് എന്ന് പറഞ്ഞ് ആശ്വസിക്കും, അല്ലെങ്കിൽ അതൊരു നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നിടത്താണ് അതിന് പിന്നാലെ ഇറങ്ങി എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്ന്. കാരണം ആ ഒരു സ്വസ്ഥമായ അവസ്ഥയിൽ നിന്ന് പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ധൈര്യപ്പെട്ട് മുന്നോട്ട് വരിക എന്നുള്ളത് കൃത്യമായി പറഞ്ഞാൽ മാതൃകാപരമാണ്. പലപ്പോഴും അത് ചെയ്യാത്തതുകൊണ്ട് മാത്രം സന്തോഷവും മനസ്സമാധാനവും കിട്ടാത്ത ആളുകൾ വരെയുണ്ട്. അപ്പോൾ സന്ധ്യ പറഞ്ഞതുപോലെ ഈ പാഷനും പ്രൊഫഷനും കൂടി ഒരുമിച്ച് വരുന്ന മനുഷ്യർക്ക് പറയാൻ ഒട്ടനവധി കഥകളുണ്ടാകും. അവർ കടന്നു വന്ന വഴികളിലെ രസകരമായ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സങ്കടകരമായ കഥകളുണ്ടാകും. അങ്ങനെ ഒരു സിനിമ എടുക്കാൻ പാകത്തിന് കഥകളുള്ള മനുഷ്യരായിരിക്കും അവരെല്ലാവരും. അത് തന്നെയാണ് വിവേകിൻ്റെയും കാര്യം. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ആതിരയെ പറ്റി പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ആ മനുഷ്യൻ കിക്ക് ബോക്സിങ്ങിലേക്ക് മാറുന്നു, അത് ചെയ്യുന്നു, ചെയ്തതിന് ശേഷം ഇപ്പോൾ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന ആളുകളെ നിയന്ത്രിക്കുന്നു. അപ്പോൾ അതിന് വലിയ പാകതയും പക്വതയും ഒക്കെ വേണം. അതിനപ്പുറത്തേക്ക് പുതിയ കുട്ടികളെ കൊണ്ടുവന്ന്
വന്ന് ആ കുട്ടിയുടെ പേരിൽ കൂടി അഭിമാനത്തിൻ്റെ ഓരോ പുതിയ പുതിയ കഥകൾ, ഏടുകൾ കൂട്ടിച്ചേർക്കുന്ന മനുഷ്യനാണ്. എന്തായാലും രസമുള്ള ഒരു കഥയാണ്. ഇത് താല്പര്യമുള്ള മനുഷ്യർക്കെല്ലാം ഈ മനുഷ്യൻ്റെ അടുത്തേക്ക് പോയാൽ ഈ പറഞ്ഞ കിക്ക് ബോക്സിങ്ങിലേക്ക് പോകാം. ഒപ്പം നല്ലൊരു ജീവിത പാഠവും കൂടി പഠിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പാഷനും പ്രൊഫഷനും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ തോന്നുന്നവർ ഒന്ന് തിരുവനന്തപുരത്തേക്ക് എത്തി നോക്കുക. അവിടെ ഈ മനുഷ്യനുണ്ട്, ഇതുപോലെ കുറേ മനുഷ്യരുണ്ട്. അതിലൊരാളാണ് വിവേക്. ശരിയാണ് രാഹുൽ. എന്തായാലും ആഗ്രഹങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ച് നടക്കുന്ന മനുഷ്യർക്ക് ഒരു പ്രചോദനമാണ് വിവേക്, അല്ലേ? ഈ കാണുന്ന പ്രേക്ഷകരോട് നമുക്കത് തന്നെയാണ് പറയാനുള്ളത്. എപ്പോഴെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങളൊക്കെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊടി തട്ടി പുറത്തെടുക്കുക, അല്ലേ?